എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഡൽഹിയിലെ ചരിത്രപ്രസിദ്ധമായ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ അരങ്ങേറിയ ആ സായാഹ്നം വരും കാലങ്ങളിൽ ക്രിക്കറ്റ് ലോകം ആവേശത്തോടെ അയവിറക്കുന്ന ഒരു വീരോതിഹാസമായി മാറാൻ പോവുകയാണ്. IPL 2026-ലെ 48ാമത് പോരാട്ടത്തിൽ ഡൽഹി ക്യാപിറ്റൽസും ചെന്നൈ സൂപ്പർ കിങ്സും പോർക്കളത്തിൽ മുഖാമുഖം വന്നപ്പോൾ സ്വന്തം തട്ടകത്തിന്റെ ആനുകൂല്യം മുതലെടുക്കാൻ ഡൽഹി നായകൻ അക്സർ പട്ടേൽ ടോസ് നേടി ആദ്യം ബാറ്റ് ചെയ്യാൻ ധീരമായ തീരുമാനമെടുത്തു. എന്നാൽ കളി തുടങ്ങിയ പാടെ ചെന്നൈ ബൌളർമാർ തങ്ങളുടെ കൃത്യതയാർന്ന ലൈനും ലെങ്തും ഉപയോഗിച്ച് ഡൽഹിയുടെ നവാബുമാരെ അവരുടെ മണ്ണിൽ തന്നെ വരിഞ്ഞുമുറുക്കാൻ തുടങ്ങി. ഇന്നിംഗ്സിലെ ആദ്യ പന്ത് തന്നെ അക്കീൽ ഹുസൈൻ എറിഞ്ഞപ്പോൾ പാഥും നിസംഗ അതിമനോഹരമായി മുട്ടുകുന്നിച്ച് ഒരു സ്വീപ്പ് ഷോട്ടിലൂടെ 4 റൺസ് നേടി ടീമിന്റെ അക്കൗണ്ട് തുറന്നു. അതേ ഓവറിലെ 5ാം പന്തിൽ തന്റെ അസാമാന്യ മെയ് വഴക്കം പ്രകടിപ്പിച്ചുകൊണ്ട് ബാക്ക്വേർഡ് പോയിന്റിലൂടെ നിസംഗ വീണ്ടും ഒരു ബൗണ്ടറി വായിച്ചു. 2ാം ഓവറിൽ മുകേഷ് ചൌധരി എറിഞ്ഞ ഒരു വൈഡ് ഹാഫ് വോളിയിൽ KL രാഹുൽ തന്റെ തനതായ ശൈലിയിൽ ഒരു ക്ലാസിക് കവർ ഡ്രൈവിലൂടെ പന്തിനെ അതിർത്തി കടത്തി. ഡൽഹിയിലെ ആ ചൂടേറിയ സായാഹ്നത്തിൽ 4ാം ഓവർ എറിയാൻ മുകേഷ് ചൌധരി വീണ്ടും എത്തിയപ്പോൾ നിസംഗയുടെ ബാറ്റ് തീ തുപ്പാൻ തുടങ്ങി. 3ാം പന്തിൽ മുകേഷിന്റെ വേഗത മുതലെടുത്ത് എക്സ്ട്രാ കവറിലൂടെ ബൗണ്ടറി കടത്തിയ അദ്ദേഹം തൊട്ടടുത്ത പന്തിൽ തന്റെ സാങ്കേതിക തികവും ബുദ്ധിസാമർഥ്യവും വിളിച്ചോതിക്കൊണ്ട് ഓഫ് സ്റ്റംപിന് പുറത്തേക്ക് പോയ പന്തിനെ ഫൈൻ ലെഗ് ബൗണ്ടറിക്ക് മുകളിലൂടെ ഗാലറിയിലെത്തിച്ച് സിക്സർ നേടി കാണികളെ ആവേശത്തിലാഴ്ത്തി. എന്നാൽ ക്രിക്കറ്റ് എന്ന അനിശ്ചിതത്വങ്ങളുടെ കളി അതിന്റെ തനി നിറം കാണിക്കാൻ പോവുകയായിരുന്നു. അടി വാങ്ങിയിട്ടും തളരാത്ത മുകേഷ് ചൌധരി അതേ ഓവറിലെ അവസാന പന്തിൽ അതിസൂക്ഷ്മവും അവിശ്വസനീയവുമായ ഒരു സ്ലോവർ ബോളിലൂടെ നിസംഗയുടെ ബുദ്ധിയുമായി സംവദിച്ചു. പന്തിന്റെ വേഗത മനസ്സിലാക്കുന്നതിൽ പൂർണ്ണമായും പരാജയപ്പെട്ട നിസംഗ ഉയർത്തടിച്ച പന്ത് മിഡ് ഓണിൽ നിലയുറപ്പിച്ചിരുന്ന ദക്ഷിണാഫ്രിക്കൻ ഫീൽഡർ ഡെവോൾഡ് ബ്രെവിസ് യാതൊരു പിഴവും കൂടാതെ കൈപ്പിടിയിലൊതുക്കപ്പോൾ അനിയന്ത്രിതമായി കുതിക്കുകയായിരുന്ന ഡൽഹിക്ക് ആദ്യത്തെ വലിയ പ്രഹരമേറ്റു. ഈ വിക്കറ്റ് വീഴ്ചയ്ക്ക് ശേഷം ക്രീസിലെത്തിയ പരിചയം സമ്പന്നനായ നിതീഷ് റാണ അൻഷുൽ കമ്പോജിന്റെ ഓവറിൽ മനോഹരമായ ഒരു ബൗണ്ടറി നേടി ഡൽഹി ക്യാപ്പിൽ വീണ്ടും പ്രതീക്ഷയുടെ തിരുനാളം തെളിച്ചു. എന്നാൽ മറുഭാഗത്ത് ഫോം കണ്ടെത്താൻ വിഷമിച്ച KL രാഹുലിന് അതൊരു ദുഷ്കരമായ ദിവസമായിരുന്നു. 6ാം ഓവറിൽ ചെന്നൈ നായകൻ പന്ത് അക്കീൽ ഹുസൈനെ ഏൽപ്പിച്ചപ്പോൾ രാഹുലിനെ പ്രലോഭിപ്പിക്കാനായി അക്കീൽ പന്ത് വായുവിൽ ഫ്ലൈറ്റ് ചെയ്ത് നൽകി. ഈ കെണിയിൽ വീണ രാഹുൽ പന്ത് സ്ലൈസ് ചെയ്യാൻ ശ്രമിക്കുകയും ബാറ്റിന്റെ താഴെയറ്റത്ത് തട്ടി ഉയർന്ന പന്തിനെ പിറകോട്ട് അതിവേഗം ഓടി ചെന്നൈ ക്യാപ്റ്റൻ ഋതുരാജ് കേക്വാദ് അവിശ്വസനീയമായ രീതിയിൽ കൈപ്പിടിയിലൊതുക്കപ്പോൾ ഡൽഹി ആരാധകർ നിശബ്ദരായി. 8ാം ഓവറിൽ അഫ്ഗാൻ സ്പിൻ മാന്ത്രികൻ നൂർ അഹമ്മദ് ആക്രമണത്തിനെത്തിയപ്പോൾ കരുൺ നായർ ഒരു ബൗണ്ടറി നേടി ഡൽഹി ക്യാപിറ്റൽസിന്റെ സ്കോർ 50 കടത്തിയെങ്കിലും അതേ ഓവറിലെ 5ാം പന്തിൽ ലോകപ്രസിദ്ധമായ നൂറിന്റെ മാസ്മരികമായ ഒരു സ്വീപ്സ് ചെയ്യാൻ ശ്രമിച്ച നായർ ഷോർട്ട് ഫൈൻ ലെഗിൽ ഗുർജപ്നീത് സിംഗിന്റെ കൈകളിൽ അവസാനിച്ചു. 10ാം ഓവറിൽ വീണ്ടും നൂർ അഹമ്മദും നിതീഷ് റാണയും തമ്മിലുള്ള പോരാട്ടം കണ്ടു. ഒരു കിടിലൻ കട്ട് ഷോട്ടിലൂടെ റാണ ബൗണ്ടറി നേടിയെങ്കിലും തൊട്ടടുത്ത പന്തിൽ വേഗത്തിലും ലൈനിലും വരുത്തിയ നേരിയ വ്യത്യാസം മനസ്സിലാക്കാൻ കഴിയാതെ റാണ ബാക്ക്വേർഡ് സ്ക്വയർ ലെഗിൽ കാർത്തിക് ശർമ്മയ്ക്ക് ക്യാച്ച് നൽകി മടങ്ങി. ഇത് ഡൽഹിയുടെ നട്ടെല്ലൊഴിച്ചു. 11ാം ഓവറിൽ അതിവേഗക്കാരൻ ഗുർജപ്നീത് സിംഗ് ഡൽഹിയുടെ മുറിവിൽ ഉപ്പുപുരട്ടിക്കൊണ്ട് നായകൻ അക്സർ പട്ടേലിനെ എക്സ്ട്രാ ബൗൺസറിൽ കബളിപ്പിച്ചു. കവറിൽ അക്കീൽ ഹുസൈന് വെറുമൊരു ഈസി ക്യാച്ച് നൽകി കേവലം 2 റൺസുമായി അക്സർ മടങ്ങുമ്പോൾ ഡൽഹിയുടെ ഇന്നിംഗ്സ് ചീട്ടുകൊട്ടാരം പോലെ തകരുന്ന കാഴ്ചയാണ് കണ്ടത്. പകുതി ടീമും പവലിയനിൽ തിരിച്ചിറങ്ങി സ്റ്റേഡിയത്തിൽ നിശബ്ദത തളം കെട്ടിയ സമയത്താണ് മത്സരത്തിന്റെ ഗതി മാറ്റിയ ഒരു നാടകീയ സംഭവം അരങ്ങേറിയത്. ദക്ഷിണാഫ്രിക്കൻ വിസ്മയം ട്രിസ്റ്റൻ സ്റ്റബ്സ് ഒറ്റയാൾ പോരാളിയായി അവതരിച്ചു. 11ാം ഓവറിൽ ഗുർജപ്നീത് സിംഗിന്റെ പന്തിൽ കവറിലേക്ക് ഡ്രൈവ് ചെയ്യാൻ ശ്രമിച്ച സ്റ്റബ്സിനെ നൂർ അഹമ്മദ് കൈവിട്ടു. ജീവൻ തിരിച്ചുകിട്ടിയ സ്റ്റബ്സ് തൊട്ടടുത്ത പന്തിൽ തന്റെ പേശീബലം കാണിച്ച് ഒരു കൂറ്റൻ സിക്സർ പായിച്ച് തന്റെ മാരക ഉദ്ദേശങ്ങൾ ലോകത്തിനു മുന്നിൽ തുറന്നു കാണിച്ചു. 14ാം ഓവറിൽ ഗുർജപ്നീത് സിംഗ് വീണ്ടും എത്തിയപ്പോൾ പന്തിനെ വളരെ അനായാസം നേരിട്ട സ്റ്റബ്സ് ലോങ് ഓണിന് മുകളിലൂടെ പന്ത് ഗാലറിയിലെത്തിച്ചപ്പോൾ ചെന്നൈ ഫീൽഡർമാർക്ക് നോക്കി നിൽക്കാനേ മാത്രം കഴിഞ്ഞു. 15ാം ഓവറിൽ നൂർ അഹമ്മദിന്റെ പന്തിൽ ബാക്ക് ഫുട്ടിൽ പോയി ഒരു റോക്കറ്റ് വേഗത്തിലുള്ള കട്ട് ഷോട്ടിലൂടെ സ്റ്റബ്സ് വീണ്ടും ബൗണ്ടറി നേടി ബൌളറുടെ മുഖത്ത് ഭയം വിതച്ചു. 15 ഓവറുകൾ പിന്നിടുമ്പോൾ ഡൽഹി 5 വിക്കറ്റിന് 93 റൺസ് എന്ന നിലയിലായിരുന്നു. 18 പന്തിൽ ഒരു ബൗണ്ടറിയും 2 പടുകൂട്ടൻ സിക്സറുകളും ഉൾപ്പെടെ 28.37 റൺസുമായി സ്റ്റബ്സ് ക്രീസിൽ നിൽക്കുമ്പോൾ കൂട്ടിന് 8 പന്തിൽ വെറും 1 റൺസ് മാത്രം നേടിയ സമീർ റിസ്വിയായിരുന്നു ഉണ്ടായിരുന്നത്. 6.47 റൺ റേറ്റ് ഡൽഹിയെ ഭയപ്പെടുത്തിയെങ്കിലും അവസാന 5 ഓവറുകളിൽ സ്കോർ ബോർഡിന് ജീവൻ വെക്കുന്ന കാഴ്ചയാണ് കണ്ടത്. 16ാം ഓവറിലെ 2ാം പന്തിൽ മുകേഷ് ചൌധരിക്കെതിരെ സിംഗിൾ നേടി റിസ്വി ഡൽഹിയുടെ സ്കോർ 100 കടത്തിയതിനു പിന്നാലെ അതേ ഓവറിലെ 4ാം പന്തിൽ ഒരു സ്ലോവർ ബൗൺസറിനെ അതിവിദഗ്ധമായി ഫൈൻ ലെഗിനു മുകളിലൂടെ സിക്സർ പറത്തി റിസ്വി തന്റെ വരവറിയിച്ചു. 18ാം ഓവറിൽ അൻഷുൽ കമ്പോജ് എത്തിയപ്പോൾ റിസ്വി തുടർച്ചയായ 2 പടുകൂറ്റൻ സിക്സറുകൾ ബാക്ക്വേർഡ് സ്ക്വയർ ലെഗിലൂടെ ഡൽഹിയുടെ സ്കോർ ബോർഡിന് ആവശ്യമായ ഓക്സിജൻ നൽകി.
എന്നാൽ 19-ാം ഓവറിൽ ജെയ്മി ഓവർട്ടൺ അതിമനോഹരമായ ഒരു പന്തിലൂടെ അപകടകാരിയായ സ്റ്റബ്സിനെ വീഴ്ത്തി. പുൾ ചെയ്യാൻ ശ്രമിച്ച സ്റ്റബ്സ് ഡീപ് ബാക്ക്വേർഡ് സ്ക്വയർ ലെഗിൽ മുകേഷ് ചൌധരിയുടെ കൈകളിൽ ഒതുങ്ങുമ്പോൾ 31 പന്തിൽ 39 റൺസായിരുന്നു അദ്ദേഹത്തിന്റെ സമ്പാദ്യം. ഡൽഹിയുടെ ചരിത്രമുറങ്ങുന്ന സ്റ്റേഡിയത്തിൽ ഏറ്റവും വലിയ നാടകീയത അരങ്ങേറിയത് 20-ാം ഓവറിലായിരുന്നു. അൻഷുൽ കമ്പോജ് എറിഞ്ഞ അവസാന ഓവറിലെ ആദ്യ പന്തിൽ തന്നെ ക്രീസിനെത്തിയ അശുതോഷ് ശർമ്മ മിഡ് വിക്കറ്റിലൂടെ ഒരു കൂറ്റൻ സിക്സർ പായിച്ചു. സമ്മർദ്ദത്തിലായ കമ്പോജ് അടുത്ത പന്ത് ഒരു വൈഡ് ഫുൾ ടോസായി എറിഞ്ഞപ്പോൾ അതിനെയും ബാക്ക്വേർഡ് പോയിന്റിന് മുകളിലൂടെ സിക്സറിലെത്തിച്ച് അശുതോഷ് സിമേറിച്ചു. എന്നാൽ 5-ാം പന്തിൽ മിഡ് ഓണിലേക്ക് പന്തടിച്ച് അതിവേഗത്തിൽ സിംഗിൾ എടുക്കാൻ ശ്രമിച്ച അശുതോഷിനെ ചെന്നൈ നായകൻ ഋതുരാജ് ഗേക്വാദ് ഒരു കൈകൊണ്ട് പന്തെടുത്ത് മിന്നൽ വേഗത്തിൽ നടത്തിയ ഡയറക്ട് ഹിറ്റിലൂടെ റൺ ഔട്ടാക്കിയപ്പോൾ 5 പന്തിൽ 14 റൺസുമായി ആ ചെറുവേടിക്കെട്ടിന് അവസാനമായി. ഇന്നിംഗ്സിന്റെ അവസാന പന്തിൽ സമീർ റിസ്വി കമ്പോജിന്റെ ഫുൾ ലെങ്ത് പന്തിൽ ലോങ് ഓഫിന് മുകളിലൂടെ ഒരു ബ്രഹ്മാണ്ഡ സിക്സർ പറത്തി ഡൽഹിക്കും മികച്ച ഒരു ഫിനിഷിംഗ് നൽകി. 20 ഓവർ അവസാനിക്കുമ്പോൾ ഡൽഹി ക്യാപിറ്റൽസ് 7-ന് 155 എന്ന പോരാടാവുന്ന സ്കോറിലെത്തിയിരുന്നു. 24 പന്തിൽ 4 പടുകൂട്ടൻ സിക്സറുകൾ ഉൾപ്പെടെ 166.67 സ്ട്രൈക്ക് റേറ്റും 40 റൺസ് എടുത്ത് പുറത്താകാതെ നിന്ന സമീർ റിസ്വിയായിരുന്നു ഡൽഹിയുടെ ആശ്വാസം. 4 ഓവറിൽ 49 റൺസ് വഴങ്ങി അൻഷുൽ കമ്പോജ് ചെന്നൈ നിരയിൽ ഏറ്റവും വിലയേറിയ ബൌളറായപ്പോൾ 1 ഓവറിൽ 5 റൺസ് മാത്രം വഴങ്ങി ഒരു വിക്കറ്റ് നേടിയ ജെയ്മി ഓവർട്ടൺ തിളങ്ങി. എന്നാൽ ഡൽഹി ഉയർത്തിയ 156 റൺസ് എന്ന വെല്ലുവിളി ഏറ്റെടുക്കാൻ ചെന്നൈയുടെ മഞ്ഞപ്പട കളത്തിലിറങ്ങിയപ്പോൾ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിലെ അന്തരീക്ഷം വീണ്ടും ഒന്ന് ചൂടുപിടിച്ചു. എന്നാൽ കളിയുടെ ആദ്യ ഓവറിൽ തന്നെ നാടകീയത അരങ്ങേറി. മിച്ചൽ സ്റ്റാർക്ക് എറിഞ്ഞ ഇന്നിംഗ്സിലെ ആദ്യ ഓവറിലെ 5-ാം പന്തിൽ ഡൽഹി നായകൻ അക്സർ പട്ടേൽ ഒരു വലിയ അബദ്ധം കാണിച്ചു. സഞ്ജു സാംസണിന്റെ പാഡിൽ കൊണ്ട പന്തിൽ LBW അപ്പീൽ നിരസിച്ച അമ്പയറുടെ തീരുമാനത്തിനെതിരെ അക്സർ റിവ്യൂ നൽകിയെങ്കിലും അൾട്രാ എഡ്ജിൽ പന്ത് ബാറ്റിൽ ഉരസിയതായി വ്യക്തമായതോടെ ഡൽഹിക്ക് അവരുടെ വിലപ്പെട്ട ആദ്യ റിവ്യൂ നഷ്ടമായി. ഈ സമ്മർദ്ദങ്ങൾ ഒന്നും തന്നെ ബാധിക്കില്ലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് 2-ാം ഓവറിലെ ആദ്യ പന്തിൽ തന്നെ അക്സറിനെതിരെ ഡീപ്പ് എക്സ്ട്രാ കവറിലൂടെ ഒരു മനോഹരമായ ഇൻസൈഡ് ഔട്ട് സിക്സർ പറത്തി സഞ്ജു തന്റെ നയം വ്യക്തമാക്കി. മറുവശത്ത് ചെന്നൈ നായകൻ ഋതുരാജ് ഗേക്വാദിന്റെ കാര്യങ്ങൾ അത്ര എളുപ്പമായിരുന്നില്ല. 3-ാം ഓവറിൽ സ്റ്റാർക്കിന്റെ പന്തിൽ ഒരു ഭാഗ്യ ബൗണ്ടറി ലഭിച്ചെങ്കിലും 4-ാം ഓവറിൽ ലുങ്കി എങ്കിഡിയുടെ പന്തിൽ ടൈമിംഗ് പിഴച്ച ഗേക്വാദ് ഡീപ് സ്ക്വയർ ലെഗിൽ സമീർ റിസ്വിക്ക് യാതൊരു അധ്വാനവും നൽകാതെ ക്യാച്ച് നൽകി മടങ്ങി. 13 പന്തിൽ 6 റൺസ് മാത്രമെടുത്ത നായകന്റെ മടക്കം ചെന്നൈ ക്യാമ്പിൽ നേരിയ ആശങ്ക പടർത്തി. ഗെയ്ക്വാദിനു പകരമെത്തിയ ഊർജ്ജസ്വലനായ ഉർവിൽ പട്ടേൽ ക്രീസിലെത്തിയ പാടെ കടന്നാക്രമിക്കാനാണ് ശ്രമിച്ചത്. 6-ാം ഓവറിൽ എങ്കിഡിയെ തുടർച്ചയായി 2 തവണ അതിർത്തി കടത്തി ഗാലറിയിൽ എത്തിച്ച ഉർവിൽ അപകടകാരിയാകുമെന്ന് തോന്നിച്ചു. എങ്കിലും തൊട്ടടുത്ത ഓവറിൽ അക്സറിന്റെ മാന്ത്രിക പന്തിൽ ക്രീസിൽ നിന്ന് പുറത്തിറങ്ങിയ ഉർവിലിനെ വിക്കറ്റ് കീപ്പർ KL രാഹുൽ മിന്നൽ വേഗത്തിൽ സ്റ്റംപ് ചെയ്ത് പുറത്താക്കി. 9 പന്തിൽ 17 റൺസ് എടുത്ത ഉർവിലിന്റെ വിക്കറ്റ് ഡൽഹിക്ക് വലിയ ആശ്വാസമാണ് നൽകിയത്. എന്നാൽ അവിടെ നിന്നാണ് ഡൽഹിയുടെ സ്വപ്നങ്ങളെ എന്നേക്കുമായി ചാമ്പലാക്കിയ ആ കൊടുങ്കാറ്റ് വീശിയടിക്കാൻ തുടങ്ങിയത്. കാർത്തിക് ശർമ്മയെ കൂട്ടുപിടിച്ച് സഞ്ജു സാംസൺ സ്റ്റേഡിയത്തെ ഒരു ബാറ്റിംഗ് പറുദീസയാക്കി മാറ്റി. 7-ാം ഓവറിൽ കാർത്തിക് ശർമ്മ അക്സറിനെതിരെ ബൗണ്ടറി നേടി സ്കോർ ബോർഡ് ചലിപ്പിച്ചതിന് പിന്നാലെ 8-ാം ഓവറിൽ കുൽദീപ് യാദവിനെതിരെ ഡീപ് മിഡ് വിക്കറ്റിലൂടെ ഒരു മനോഹരമായ ഇൻസൈഡ് ഔട്ട് സിക്സർ പറത്തി സഞ്ജു തന്റെ നയം വ്യക്തമാക്കി. 9-ാം ഓവറിൽ നടരാജനെതിരെ അനായാസമായി തുടർച്ചയായി 2 ബൗണ്ടറികൾ നേടി സഞ്ജു തന്റെ ആധിപത്യം ഉറപ്പിച്ചു. 10-ാം ഓവറിൽ കുൽദീപ് യാദവിനെതിരെ കാർത്തിക് ശർമ്മയും ഒരു ഗംഭീര ഇൻസൈഡ് ഔട്ട് സിക്സർ നേടിയതോടെ ഡൽഹി ബൌളർമാർ സമ്മർദ്ദത്തിലായി. മത്സരത്തിന്റെ ഗതി പൂർണ്ണമായും ചെന്നൈയുടെ വരുതിയിലാക്കിയത് 12-ാം ഓവറായിരുന്നു. സ്പിൻ മാന്ത്രികൻ കുൽദീപ് യാദവിനെതിരെ അക്ഷരാർത്ഥത്തിൽ സഞ്ജു സാംസൺ സംഹാര താണ്ഡവമാടി. 2-ാമത്തെയും 3-ാമത്തെയും പന്തുകളിൽ ലോങ് ഓണിലൂടെയും ഡീപ് മിഡ് വിക്കറ്റിലൂടെയും ഗാലറിയുടെ 2-ാം തട്ടിലേക്ക് പടുകൂറ്റൻ സിക്സറുകൾ പാർത്തിയ സഞ്ജു തൊട്ടടുത്ത പന്തിൽ 112 കിലോമീറ്റർ വേഗത്തിൽ വന്ന ഡെലിവറിയെ അതിവിദഗ്ധമായി സ്വീപ്പ് ചെയ്ത് ബൗണ്ടറി കടത്തി. 5-ാം പന്തിൽ സിംഗിൾ എടുത്ത് വെറും 32 പന്തുകളിൽ നിന്ന് തന്റെ അർദ്ധ സെഞ്ചുറി പൂർത്തിയാക്കുമ്പോൾ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയം ആ പ്രതിഭയ്ക്ക് മുന്നിൽ എഴുന്നേറ്റ് നിന്ന് കൈയടിക്കുകയായിരുന്നു. 13-ാം ഓവറിൽ ലോകോത്തര പേസർ മിച്ചൽ സ്റ്റാർക്കിനെയും സഞ്ജു വെറുതെ വിട്ടില്ല. കവർ ഡ്രൈവിലൂടെയും ബാക്ക്വേർഡ് പോയിന്റിലൂടെയും തുടർച്ചയായി 2 ബൗണ്ടറികൾ പായിച്ചപ്പോൾ 15 ഓവറിൽ ചെന്നൈയുടെ സ്കോർ 2-ന് 125 എന്ന അതിശക്തമായ നിലയിലായി. കാർത്തിക് ശർമ്മ സഞ്ജുവിന് മികച്ച പിന്തുണ നൽകി ക്രീസിലുണ്ടായിരുന്നു. പിന്നീട് ക്രിക്കറ്റ് ലോകം കണ്ടത് സഞ്ജു സാംസൺ എന്ന ക്ലാസിക് ബാറ്ററിന്റെ വിശ്വരൂപമായിരുന്നു. സഞ്ജു ബാക്കിയുള്ള ഓവറുകളിൽ ഡൽഹി ബൌളർമാരോട് യാതൊരു ദയയും കാണിച്ചില്ല. വിജയലക്ഷ്യത്തിലേക്ക് അനായാസം ബാറ്റ് വീശിയ ചെന്നൈ സൂപ്പർ കിങ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ അവരുടെ സ്വന്തം തട്ടത്തിൽ നിഷ്പ്രഭരാക്കിക്കൊണ്ട് ആധികാരികമായ വിജയം സ്വന്തമാക്കി. ഡൽഹിയുടെ പ്രതീക്ഷകളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് സഞ്ജു സാംസൺ കളി അവസാനിക്കുമ്പോഴേക്കും ഒരു ഭീമൻ ഇന്നിംഗ്സ് പടുത്തുയർത്തിയിരുന്നു. ഡൽഹിയുടെ ബൌളിംഗ് തന്ത്രങ്ങളെല്ലാം സഞ്ജുവിന്റെ ബാറ്റിംഗ് കരുത്തിനു മുന്നും തവിടുപൊടിയാവുന്ന കാഴ്ചയാണ് ആ രാത്രി സാക്ഷ്യം വഹിച്ചത്.
അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിലെ ആ രാത്രി പൂർണ്ണമായും സഞ്ജു സാംസൺ എന്ന ഒറ്റയാനിന്റെ നാമത്തിൽ എഴുതപ്പെട്ടതായിരുന്നു. ഡൽഹി ക്യാപിറ്റൽസ് അതിജീവനത്തിനായി ഉയർത്തിയ 156 റൺസ് എന്ന വെല്ലുവിളി കേവലം ഒരു കടലാസ് കൊട്ടാരം പോലെയാണ് സഞ്ജുവിന്റെ ബാറ്റിംഗ് കൊടുങ്കാറ്റിൽ തകർന്നടിഞ്ഞത്. വിജയലക്ഷ്യത്തിലേക്ക് അനായാസം കുതിച്ച ചെന്നൈ സൂപ്പർ കിങ്സ് മത്സരത്തിന്റെ അവസാന ഓവറുകളിലേക്ക് കളി നീളാൻ പോലും അനുവദിക്കാതെ ഡൽഹിയുടെ നവാബുമാരെ അവരുടെ സ്വന്തം കാണികൾക്ക് മുന്നിൽ നിഷ്പ്രഭരാക്കി. കാർത്തിക് ശർമ്മയെ ഒരു വശത്ത് കേവലം ഒരു കാഴ്ചക്കാരനാക്കി നിർത്തിക്കൊണ്ട് സഞ്ജു സാംസൺ പുറത്തെടുത്ത ആ മാസ്മരിക വെടിക്കെട്ട് ഡൽഹി ക്യാമ്പിന്റെ ഹൃദയം പിളർക്കുന്നതായിരുന്നു. ഡൽഹിയുടെ വിശ്വസ്തനായ സ്പിൻ മാന്ത്രികൻ കുൽദീപ് യാദവും സാക്ഷാൽ മിച്ചൽ സ്റ്റാർക്കും നായകൻ അക്സർ പട്ടേലും ആ ബാറ്റിന്റെ ക്രൂരമായ ചൂടറിഞ്ഞു. സ്വന്തം തട്ടത്തിൽ ആധിപത്യം ഉറപ്പിക്കാമെന്ന മോഹത്തോടെ ഇറങ്ങിയ ഡൽഹി ക്യാപിറ്റൽസിന് ഒടുവിൽ തലകുനിക്കേണ്ടി വന്നപ്പോൾ ഗാലറിയിലെ മഞ്ഞക്കടൽ വിജയത്തിന്റെ ആവേശ തിരമാലകളിൽ ആറാടുകയായിരുന്നു. IPL 2026 ഏറ്റവും മികച്ചതും വിനാശകരവുമായ ഇന്നിംഗ്സുകളിൽ ഒന്നായി സഞ്ജുവിന്റെ ഈ മഹാവിസ്ഫോടനം കാലങ്ങളോളം വാഴ്ത്തപ്പെടും. ആദ്യ പകുതിയിൽ ഡൽഹി അതികഠിനമായി പടുത്തുയർത്തിയ പ്രതിരോധ കോട്ടകളെല്ലാം നിഷ്കരണം തകർത്തുകൊണ്ട് ചെന്നൈ സൂപ്പർ കിങ്സ് നേടിയ ഈ രാജകീയ വിജയം ടൂർണമെന്റിലെ വരാനിരിക്കുന്ന മറ്റെതിരാളികൾക്കുള്ള ഒരു കടുത്ത മുന്നറിയിപ്പ് കൂടിയാണ്. അതെ, അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിലെ ആ സായന്നേരം അവസാനിച്ചത് ഡൽഹിയുടെ പരാജയത്തിന്റെ നിശബ്ദത്തിലല്ല, മറിച്ച് സഞ്ജു സാംസൺ എന്ന ഇതിഹാസത്തിന്റെ സുവർണശോഭയിലും ചെന്നൈയുടെ ആധികാരികമായ വിജയഭേരിയിലും. എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ്? അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.